എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഞാൻ ചെയ്ത കുറച്ച് തെറ്റുകളെ പറ്റിയാണ്. അപ്പോൾ അത് എത്രമാത്രം എൻ്റെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടെന്നും ഈ ജേണി എത്ര സ്ലോ ആയി പോകാൻ അത് കാരണമായിട്ടുണ്ടെന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരമായി പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനിന് മറ്റൊരു ഡിവൈൻ ഫെമിനിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ അവേക്കനിങ് സ്റ്റാർട്ടായ സമയത്ത് ഏതൊരു ഡിവൈൻ ഫെമിനിനെ അനുഭവിക്കുന്ന പോലെ നമ്മൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു കുഴിയിൽ നിന്ന് നമ്മൾ പതിയെ കയറി വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരുവിധം പതിയെ കയറി വരുന്ന സമയത്താണ് എൻ്റെ DM എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്നുള്ള ഇമോഷൻ്റെ പുറത്ത് എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഹീലിംഗ് വർക്ക് എന്തിനു പറഞ്ഞു, എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ രക്ഷിച്ച് എൻ്റെ ഈശ്വരനെ പോലും മറന്ന് ഞാൻ അവരുമായിട്ട് വീണ്ടും അട്രാക്റ്റഡായി. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഡിവൈൻ മസ്കുലിനെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര ലക്കി എന്നൊക്കെ തോന്നാം. പക്ഷേ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവിടെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഡിവൈൻ മസ്കുലിനെ തന്നെയാണ്. കൂടുതൽ കേസിൽ ഞാൻ കേട്ടിരിക്കുന്നത് അവർ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണ്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെയല്ല. ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ളത്, ഡിഎമ്മിൻ്റെ ഫാമിലി. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ഭയങ്കര അട്രാക്റ്റഡായി പോയിട്ട്. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ ഒരു എനർജി പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫോക്കസ് ചെയ്ത് മാത്രമാണ് പുള്ളി വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനൊരു പാറ്റേൺ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു സെക്ഷൽ എനർജി കൊടുക്കുമ്പോഴായിക്കോട്ടെ, ജസ്റ്റ് കുറേ നേരം സംസാരിക്കുമ്പോഴായിക്കോട്ടെ, എന്നിൽ നിന്നുള്ള എൻ്റെ എനർജി പിക്ക് ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് അത് കാർമിക്കിന് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നു. അതായത് കാർമിക്കിൻ്റെ അത് ട്രിഗർ തോന്നേണ്ട ആവശ്യമില്ല സത്യത്തിൽ. ഈ നമ്മുടെ എനർജി എടുത്തിട്ട് അവർ കാർമിക്കിന് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. കാർമിക്കിന് കൊടുത്തിട്ടത്, അപ്പോൾ DM അത് ആ ഒരു എനർജി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അവരതെടുത്തിട്ട് കാർമിക്കിന് കൊടുക്കും. പക്ഷേ കാർമിക്കും അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യില്ല. അതും വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അതായത് ആ പാപകർമ്മങ്ങളിലോട്ടാണ് എനർജി ഫുള്ള് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പം അത് ഈ ഒരു പാറ്റേണായിട്ട് വരാൻ തുടങ്ങി. അതായത് ഒട്ടും റെസ്പെക്റ്റ് തരാതിരിക്കുക, നമ്മളെ വെച്ചിട്ട് ഒരു DF എത്ര പവർഫുള്ളായിട്ടൊരാളാണ്. അപ്പോൾ നമ്മളെ വെച്ചിട്ട് ആ കാർമിക്കിനെ കമ്പയർ ചെയ്യുക, എന്നിട്ട് ഈ ഭൂമിയിൽ തെറ്റുകൾ മാത്രം ചെയ്യുന്ന, അതായത് മോശം കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആ ഒരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് DM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ വെറുതെ എൻ്റെ ടൈം കളയുകയാണെന്ന്. അതുപോലെ തന്നെ ഞാൻ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. എനിക്ക് ബാലൻസായ പല കാര്യങ്ങളും ഞാൻ വീണ്ടും ഇംബാലൻസിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട കാര്യങ്ങൾ വന്നു, ഉറക്കക്കുറവുകൾ വന്നു, ഹെൽത്ത് ഇഷ്യൂസ് വന്നു, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വന്നു, ഒരുപാട് ലോട്ട് ഓഫ് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം, ആ ഒരു മൊമെൻറ്റിലൊന്നും DM എന്നോടൊപ്പം ഇല്ല, DM കാർമിക്കിനോടൊപ്പം എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ വെച്ച് ഞാനത് ബ്രേക്ക് ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എനിക്ക് നഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനായിട്ട് കോണ്ടാക്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഒരാളെ. ഈ രണ്ട് എനർജി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളെ ബാലൻസ് ആക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ആവശ്യമില്ല. ഞാൻ സത്യം പറയുകയാണ്, അങ്ങനെ ഒരു വ്യക്തി നമുക്ക് ആവശ്യമില്ല. ഓൾറെഡി അവരൊരു ഡിസ്റ്റോർട്ടഡ് ഫോമിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കൊന്നും നേടാനില്ല, അതൊരു എക്സ്ട്രാ ബേർഡൻ മാത്രമാണ്. അപ്പോൾ അവരെ അങ്ങ് വേണ്ട, അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണത്. അല്ലെ വീണ്ടും ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഓർമ്മയില്ല, ആ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ നിന്ന് കരയുന്ന പോലെ വീണ്ടും നിന്ന് കരയേണ്ടി വരും. ഈ ഒരു ലൂപ്പ്, ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇവരെന്താണ് അവയ്ക്കണാവാത്തത്.
ഇവർ അവേക്കണാവാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അവരെ അവേക്കണാവാൻ നമ്മൾ അവരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചേക്കുമല്ലേ, കാർമിക്കിനൊന്നും കൊടുക്കാതെ. നമ്മൾ മോട്ടിവേഷണൽ ക്ലാസ് കൊടുക്കുന്നു, ഇനി അവർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം വന്നാൽ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫൈനാൻസ് എടുത്ത് കൊടുക്കുന്നു. ഇപ്പുറത്തെ സൈഡ് ചിലപ്പോൾ നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളിതൊന്നും നോക്കാതെ നമ്മൾ അവരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരേ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മോട്ടീവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് വളരെ തെറ്റാണ്. നമ്മളായിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു യൂണിയനെ വൈകിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ജേർണി വൈകിപ്പിക്കുന്നത്. ഞാനത് വ്യക്തമായി മനസ്സിലാക്കിയതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ആ ഓൺ ദ സ്പോട്ടിൽ ആ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ലൂപ്പിൽ വന്ന് നമ്മൾ മാത്രം വിക്ടിം ആയിക്കൊണ്ടിരിക്കും. അവരെ അവേക്കൻ നടക്കില്ല. ഇതിങ്ങനെ ലൂപ്പായിട്ട് ഞാൻ പലരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, അവർ വർഷങ്ങളായിട്ട് പോലും യൂണിയൻ നടന്നിട്ടില്ല. എന്താണ് കാരണം? ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐഡൻറ്റിഫൈ ചെയ്ത് സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കരയേണ്ടി വരും. നമ്മളിലേക്ക് വരേണ്ട ആ ഒരു അബണ്ടൻസ് കാർമിക്കിലേക്ക് പോവും, DMയിലേക്ക് പോവും. അവരുടെ ലൈഫ് എൻജോയ് ചെയ്യും, നമ്മൾ വീണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവയർനെസ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്കിത് വളരെ അത്യാവശ്യമായിട്ട് തോന്നി. പിന്നെ ഇതിൽ പറയേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പം പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാൻ, ഇവർ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ ഫൈൻ, അവർ വന്നോട്ടെ. വരുമ്പോൾ ഫസ്റ്റ് ഒരു അവയർനെസ്സിലിരിക്കുക. അവർ നമ്മളെ ഡിവൈൻ ഫെമിനിൻ ഏത് എനർജിയിലിരുന്നാലും ഒരു മസ്കുലിന് അവരെ പിടിച്ച് താഴ്ത്തിയിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മുടെ വീക്ക്